ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ആദ്യം കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് വേവിച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്ത് തയ്യാറാക്കുന്ന ചിക്കൻ കറിയാണ്. പുതുരുചിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കായിട്ട് ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതാണ്. 1.5 കിലോ നാടൻ കോഴിയാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ വാങ്ങുന്ന ബ്രോയിലർ കോഴിയല്ല, നാടൻ കോഴിയാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് നാടൻ കോഴി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് പൊടിച്ച് ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കും, പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് പിന്നെ കറിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് വലിയ ജീരകം എടുക്കണം. അപ്പോൾ ഞാനൊരു 2 വലിയ ടേബിൾ സ്പൂണോളം വലിയ ജീരകം എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എരിവിന് വേണ്ടി മെയിനായിട്ട് ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് കുരുമുളകാണ്. അപ്പോൾ മുഴുവനോടുള്ള കുരുമുളകാണ് എടുക്കുന്നത്. കുരുമുളക് പൊടിയല്ല നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നത്, കുരുമുളകാണ്. അപ്പോൾ ഇതുപോലെ മുഴുവനോടുള്ള കുരുമുളക് 1.5 ടേബിൾ സ്പൂണോളം എടുക്കുക. അപ്പോൾ ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുക്കുന്നത്, അതിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വലിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 4-5 ഏലക്കയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയൊക്കെ ഇത്തിരി കൂടുതൽ ചേർത്താലാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവണേ. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു ഇത്തിരി ചെറിയ ജീരകം, നമ്മൾ അവിയലിലും പുളിശ്ശേരിക്കൊക്കെ ചേർക്കുന്ന ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതായത് ഇത്ര മാത്രം മതി, ഒരു 1/4 ടീസ്പൂണിലും താഴെ വരുന്ന അളവ്. ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഫൈനായിട്ട് അങ്ങോട്ട് വല്ലാണ്ട് സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല. ചെറിയ തരി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ആ കളറൊക്കെ ജീരകത്തിൻ്റെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം പൊടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് തണുക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് നമുക്ക് ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ദാ ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുത്തത്. വല്ലാണ്ട് അങ്ങോട്ട് സ്മൂത്തായി പൊടിഞ്ഞിട്ടില്ല. ഏലക്കയുടെ തരിയും ജീരകത്തിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി തയ്യാറാക്കുമ്പം ചിക്കൻ ഒരിക്കലും കുക്കറിൽ വേവിക്കരുത്. കുക്കറിൽ വേവിച്ചാൽ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കറിക്ക്. എപ്പോഴും ഇതുപോലെ ഓപ്പണായിട്ട് കടായിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലൊക്കെ ആണെങ്കിൽ മൺചട്ടിയിലൊക്കെ വേവിച്ചെടുത്താൽ ബെസ്റ്റായിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നല്ലത്. അതുപോലെ കറിവേപ്പില ഒന്ന് കൈകൊണ്ട് ഞെരടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണം, കാരണം നാടൻ കോഴിയൊക്കെ ആയതുകൊണ്ട് നല്ല വേവായിരിക്കും. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ കറി തന്നെയാണ്. കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലും എപ്പോഴും നമ്മുടെ കയ്യിലുള്ളതാണ്. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കണം. ഇപ്പോൾ ചെറിയ തീയിൽ കിടന്ന് വെന്ത് വരുന്നതുകൊണ്ട് ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ മസാലയുടെ നല്ലൊരു മണമാണ്. അപ്പോൾ അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇവിടെ കുറച്ച് സവാള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, എത്ര വലുപ്പത്തിലുള്ളത്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉണ്ട വെളുത്തുള്ളി, ഒരു വലിയ ഉണ്ട മുഴുവനും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ ചതച്ചോ അതുപോലെ അരച്ചൊക്കെ ചേർക്കുന്ന പോലെ അല്ല ഈ ഒരു കറിക്ക് വേണ്ടത്. ഇത് നമ്മളെല്ലാം കട്ട് ചെയ്ത് തന്നെയാണ് ചേർക്കുന്നത്. അരിഞ്ഞ് ചേർക്കുന്നതിനൊരു ടേസ്റ്റ്, അരച്ച് ചേർക്കുന്നതിനൊരു ടേസ്റ്റ്, ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞ് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അതുപോലെ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ഇതാ സവാളയുടെ ഈ മൂക്ക് വശം ഇത് മസ്റ്റായിട്ട് കളയണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കറിക്കൊരു കയ്പ്പ് രസം വരും. അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യണവർക്കൊന്നും അറിയില്ലല്ലോ, അവർ സവാള കട്ട് ചെയ്ത് അതേപോലെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കട്ടിങ്ങും കൂടെ കാണിക്കുന്നത് കേട്ടോ.
അപ്പോൾ സവാള നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുക. എന്നും നമ്മൾ ഒരേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കുന്നതിൽ നിന്നൊക്കെ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കണോണ്ട് പറയണമല്ല, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാ സംഭവങ്ങളും നമ്മളിതിൽ അരിഞ്ഞ് തന്നെയാണ് ചേർക്കണം. പിന്നെ തക്കാളി ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇഞ്ചിയൊക്കെ ആണെങ്കിലും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയുടെ ആണെങ്കിലും വലിയ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ചെറുതൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമ്മൾ വഴറ്റുമ്പോഴും അതുപോലെ കറി കിടന്നൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിക്കോളും. ഇപ്പോൾ ചിക്കൻ ഒരു അരഭാഗത്തോളം വേവായിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ചിക്കൻ്റെ. ആ മസാലയുടെ ഒക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മണമാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. മസാല എന്തെല്ലാം അടിയിലൊക്കെ കിടക്കുകയാണ്, എല്ലാം കൂടെ ഒന്നും കൂടെ യോജിച്ചോട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവാള കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുളി ചൂടാക്കാൻ വെച്ചു. നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇടണം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ കറികൾ തയ്യാറാക്കുന്ന സമയത്ത് സവാള ചേർത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പ് ചേർക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ കിടന്ന് ക്യാരമലായിട്ട് കളർ വരുന്നവരെ സവാള വഴറ്റിയെടുക്കണം. ഒരു ക്യാരമൽ കളർ വരണം നമ്മുടെ സവാളയ്ക്ക്. അപ്പോൾ ചെറിയ തീയിലിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചിക്കൻ്റെ പീസ് നമുക്ക് ഗ്രേവിയിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഓരോ പീസും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഗ്രേവി നമുക്ക് കറി തയ്യാറാക്കുന്ന സമയത്ത് ഈ ഗ്രേവി ചേർത്തിട്ടാണ് നമ്മൾ വീണ്ടും കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മാറ്റിയിട്ട് ഗ്രേവി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ ചിക്കനെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഗ്രേവി അടച്ച് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. സവാള ചെറിയ തീ കിടന്ന് നല്ല ക്യാരമൽ കളറിലേക്ക് മാറണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന കറിയാണ്. പെട്ടെന്ന് അങ്ങോട്ട് തല്ലിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന കറിയല്ല. കുറച്ച് സമയം എടുത്തിട്ട് വേണം നമുക്ക് ഈ കറി തയ്യാറാക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദേ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ക്യാരമൽ കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആയിക്കോട്ടെ. പാകമാകുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പറ്റിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് മൂത്ത് കിട്ടിക്കോളും. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് വഴറ്റുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇത് അത്രയും സമയം വേണ്ട. പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് കൂടുതൽ ചേർത്തോളൂ. കറിവേപ്പിലയൊക്കെ കറിയിൽ കൂടുതൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കറിയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എന്ന് കരുതി മഞ്ഞളുടെ കുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. മഞ്ഞൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ എണ്ണക്കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല മൊരിഞ്ഞ മണം വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടിയുടെ അളവ് വളരെ കുറവാണ് കേട്ടോ. 3/4 ടീസ്പൂൺ നിറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ എരിവുള്ള മുളക് പൊടിയാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ കുമിച്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മൾ മസാല ഇട്ടിട്ടാണല്ലോ വേവിച്ചത്. പിന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മസാലപ്പൊടി പാകമായതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ
ഇപ്പോൾ ചിക്കൻ ഈ ഒരു മസാല കിടന്നിട്ടാണ് ഫ്രൈ ആയി വരുന്നത്. ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ പൊതിഞ്ഞ് വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഈ മസാല കിടന്ന് ചിക്കൻ ഒന്ന് മൊരിഞ്ഞു വരണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഒരു പുതുരുചിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവുന്നൊരു കറി തന്നെയാണ് ഇത്. ചോറിൻ്റെ കൂടെയോ അതുപോലെ ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കുത്തരി ചോറിൻ്റെ കൂടെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാകമായിട്ടുണ്ട്. ഇതേപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മൊരിഞ്ഞ് വരണം. ഇനി നമ്മൾ ആ ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചെറിയ തീയിൽ ബാക്കിയുള്ള വേവ് ഈ ഗ്രേവി കിടന്ന് ആയി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ 3/4 ഭാഗത്തോളം വേവിച്ചിട്ടുള്ളൂ. പിന്നെ ഒന്ന് മസാലയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചിട്ട് കൊടുക്കുക. അത് പ്രത്യേക ഒരു വാസനയാണ് കറിവേപ്പിലയുടെയൊക്കെ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ ഈ ഗ്രേവി കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ശേഷം ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ മസാലപ്പൊടികളൊക്കെ ആണെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പം എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. ഉപ്പ്, എരിവ്, മസാലയൊക്കെ നല്ല കൃത്യമാണ്. അപ്പോൾ 1.5 കിലോ ചിക്കനിലേക്ക് ഈ സെയിം അളവ് അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസം വരുത്തുക. മസാലയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ തിളപ്പിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ആ ഗ്രേവി ഒന്നും കൂടെ ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവിയിലായതുകൊണ്ടൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു പാകമായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലായിട്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. നല്ല മണവും നല്ല കാണാനും നല്ല ഭംഗിയുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇപ്പോൾ ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല സിമ്പിളായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിത് പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും പൊറോട്ടയുടെ കൂടെ ഒരുപാട് ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുത്തരി ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൻ്റെ കൂടെ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി വീണ്ടും കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.